യെസ്, റാഞ്ചി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ എയർ ആംബുലൻസ് തകർന്ന് വീഴുകയായിരുന്നു. രോഗിക്കൊപ്പം തന്നെ ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങി 7 യാത്രക്കാരുണ്ടായിരുന്നു. ഇവർക്കായുള്ള തിരച്ചിൽ നടന്നുവരികയാണ്. എന്താണ് അപകട കാരണം എന്ന് സംബന്ധിച്ചൊക്കെ ഇനിയും ഒരു ഔദ്യോഗിക വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഗസയിലേക്കാണ്. ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടെ പ്രകോപന പ്രസ്താവനയുമായി ഇസ്രായേൽ. തീവ്ര വലതുപക്ഷ മന്ത്രി ബെസലേൽ സ്മോട്രിച്ച് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഹമാസിന് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എന്നും അതുണ്ടായില്ല എങ്കിൽ ഗസ മുഴുവൻ പിടിച്ചടക്കുമെന്ന് സ്മോട്രിച്ച് ഭീഷണി മുഴക്കി. അതിനിടെ ചികിത്സയ്ക്കായി പുറത്തുപോകാൻ അനുമതി ലഭിക്കാതെ റഫ അതിർത്തിയിൽ ഒരു കുഞ്ഞ് ഇന്നലെ മരണത്തിന് കീഴടങ്ങി. 20,000-ലേറെ പേരാണ് അടിയന്തര ചികിത്സ ആവശ്യമായി റഫയിൽ കാത്തുകിടക്കുന്നത്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അബ്ബാസ്, സമാധാന ശ്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലും പ്രകോപനം, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുകയാണോ? തീർച്ചയായിട്ടും ദിവ്യ, ഈ സമാധാന ശ്രമങ്ങളുമായി അന്താരാഷ്ട്ര സമൂഹം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപന പ്രസ്താവന കൂടി ഉണ്ടാകുന്നത്. ഈ പ്രകോപന പ്രസ്താവന നടത്തിയത് കടുത്ത ഫലസ്തീൻ വിരുദ്ധ പരാമർശങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും കൊണ്ട് പുകൾപെറ്റ ഇസ്രായേൽ മന്ത്രിസഭയിലെ തന്നെ ഒരു ഫാർ റൈറ്റ് മന്ത്രിയായിട്ടുള്ള ബെസലേൽ സ്മോട്രിച്ചാണ്. ഈ സ്മോട്രിച്ചിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇദ്ദേഹം ഫലസ്തീനികൾക്കെതിരെ നിരന്തരം വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളും അതുപോലെ വംശീയ പരാമർശങ്ങളൊക്കെ നടത്തിയ മന്ത്രിയാണ്. ഇന്ന് ഖാൻ എന്ന് പറയുന്ന ഇസ്രായേൽ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റർ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അഥവാ ഹമാസിനെ ഡീമിലിറ്റൈസ് ചെയ്യുക എന്നുള്ളത്, ഈ ഹമാസിനെ ഡീമിലിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അത് നടന്നിട്ടില്ല എങ്കിൽ ഈ ഗസ മുഴുവൻ കീഴടക്കാൻ അതും IDF-ന് നിർദ്ദേശം നൽകും. അതിന് ഞങ്ങൾ മടിക്കില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് ഈ സ്മോട്രിച്ച് നടത്തിയിട്ടുള്ളത്. ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഉപാധികളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള വ്യക്തതകളൊന്നുമില്ല. എന്നാൽ ഹമാസ് എന്ന് പറയാൻ നമുക്കറിയാം, ഹമാസ് ഒരു മിലിറ്ററി സംഘടനയാണ്. ഗസക്കകത്തുള്ള അവരെ നിരായുധീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടൊരു പ്രക്രിയയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ അതുപോലെ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രകോപനപരമായ ഒരു പ്രസ്താവനയുമായിട്ട് ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തുന്നത്. ഈ മന്ത്രിയുടെ പശ്ചാത്തലം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതോടുകൂടെ തന്നെ നമ്മൾ ഇതോട് ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഒരു പ്രമേയം ഇസ്രായേൽ മന്ത്രിസഭ പാസ്സാക്കിയിരുന്നു. അത് ഈ സ്മോട്രിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മൂന്ന് മന്ത്രിമാരായിരുന്നു, ഫാർ റൈറ്റ് മന്ത്രിമാരാണ് ഈ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നത്. അതിനാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇങ്ങനെ ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫലസ്തീൻ വിരുദ്ധ പരാമർശങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും ഇക്കാര്യത്തിൽ തുറന്നുകൊണ്ടത് തന്നെ ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവ്യ, ശരി അബ്ബാസ, ഇതോടൊപ്പം നമുക്ക് റഫ അതിർത്തിയിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10,000-കണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി പുറത്തുപോകാൻ അനുമതി തേടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത തരത്തിലുള്ള ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഒരു കുഞ്ഞുകൂടി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം. അത്രയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ അതിർത്തിക്ക് സമീപം, അല്ലെങ്കിൽ ഈ അനുമതി തേടി കാത്തിരിക്കുന്ന രോഗികൾ? തീർച്ചയായിട്ടും റഫ അതിർത്തി ഒന്ന് സമ്പൂർണ്ണമായി തുറന്നു കിട്ടുക എന്നുള്ളത് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗസയിലെ പുനർനിർമ്മാണം നടക്കണമെങ്കിൽ റഫ അതിർത്തി പൂർണ്ണമായിട്ട് ട്രക്കുകൾ കൂടി തുറന്നു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. അതിന് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. അതൊന്നാമത്തെ കാര്യമാണ്. അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അടിയന്തരമായിട്ട് പരിഗണിക്കേണ്ടത്. 20,000-ഓളം പേരാണ് ചികിത്സാ വിഷയാർത്ഥം ഗസയിൽ ഈ ആക്രമണത്തിൽ, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്നത്. അവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാകണമെങ്കിൽ വിദേശത്തടക്കം അറബ് രാജ്യങ്ങളടക്കമുള്ള വിദേശത്തെ ആശുപത്രിയിൽ ചികിത്സ നേടണം. അതുപോലെ ഈജിപ്തിലെ ആശുപത്രികളിൽ ചികിത്സ നേടണം. ഈ ചികിത്സാ ആവശ്യാർത്ഥം ഇങ്ങനെ 20,000-ഓളം ആളുകൾ റഫ അതിർത്തിയിൽ കാത്തുകെട്ടി കിടക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇവരൊന്നും വേണ്ടത്ര രീതിയിൽ കടത്തിവിടാനുള്ള ഒരു തീരുമാനം ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് യൂറോപ്യൻ കമ്മീഷൻ വരെ ഇക്കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. അവർ പറയുന്നത് പ്രകാരം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്നാണ്
യൂറോപ്യൻ കമ്മീഷനിലെ ഒരു മേധാവി ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത്. അഥവാ തുള്ളിക്ക് തുള്ളി മാത്രമാണ്, അങ്ങനെയുള്ള വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് ആളുകളെ റഫ അതിർത്തിയിൽ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ആളുകളും ഇതേപോലെ വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് റഫ അതിർത്തി ക്രോസ് ചെയ്തിട്ട് ഗസയിലേക്ക് വരുന്നത്, ഇവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ തിരികെ എത്തുന്നതും. ഇങ്ങനെ വളരെ പരിമിതമായ അളവിലാണ് നിലവിൽ റഫയിലെ അതിർത്തി വഴിയുള്ള സഞ്ചാരം സാധ്യമായിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്നലെ ഒരു ട്രക്ക് കൂടി, ഒരു വലിയ ട്രക്കുകളുടെ വ്യൂഹം കൂടി ഗസയിലേക്ക് അടിയന്തര മെഡിക്കൽ അതുപോലെ ഭക്ഷണ സാധനങ്ങളുമായി ഗസയിലേക്ക് പുറപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റമദാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാ നിർഭരമായ ഒന്നാണ്. ഇങ്ങനെ വളരെ പരിമിതമായ അളവിൽ ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ കടുംപിടുത്തം ഇക്കാര്യത്തിൽ തുടരുകയാണ്. ഈ റഫ അതിർത്തി തുറക്കുന്ന സമയത്ത് ഇസ്രായേൽ മുമ്പോട്ട് വെച്ചിരുന്നത് വാഗ്ദാനം എന്ന് പറയുന്നത് 50 പേരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതൊരു ഘട്ടത്തിൽ പോലും പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ ഇങ്ങനെ അടിയന്തര ചികിത്സ ആവശ്യപ്പെട്ട് കാത്തു കഴിയുന്ന ഒരു കുഞ്ഞാണ് ഇന്ന് റഫയിൽ മരിച്ചിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇനിയും അടിയന്തരമായി സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ റഫയിൽ കാത്തുകെട്ടി കഴിയുന്ന രോഗികളുടെ അവസ്ഥ വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുമെന്ന് UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടിയന്തരമായ മെഡിക്കൽ സഹായവും അതുപോലെ ഭക്ഷണവും മരുന്നും ഷെൽട്ടറും ഒക്കെ ലഭിക്കാൻ വേണ്ടി റഫയിലെ അതിർത്തി ഈ വാഹനങ്ങൾ കൂടി തുറന്നു കൊടുക്കേണ്ട ആവശ്യകതയും എല്ലാ അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. എങ്കിൽ പോലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ദുഷ്ടാഠ്യം തുടരുകയാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയവ് ഇക്കാര്യത്തിൽ ഇതുവരെ വരുത്തിയിട്ടുമില്ല. ദിവ്യ.